എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പിയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനിമ എനിക്ക് പേഴ്സണലി ആവറേജ് അനുഭവമാണ് വന്നിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാണ്. ഒരു സ്റ്റോറി ലൈനൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിലും കണ്ടന്റും ഉണ്ട്. വിമോചന സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു കണക്ഷനും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ സിനിമയുടെ. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേ വളരെ വളരെ മോശം. പിന്നെ ഫസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് കണ്ട് എല്ലാവരും ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൈയടിക്കാൻ തോന്നിയില്ല. ഇതുപോലെ ഒരു ഫൈറ്റ് എന്റെ പൊന്നോ, എന്തിനെടുത്ത് വെച്ചിരിക്കണമെന്ന് എനിക്കറിയണ്ട. ഫൈറ്റൊക്കെ വളരെ മോശം. അവസാനത്തെ ഫൈറ്റെങ്കിലും നന്നാക്കാൻ അത് അതിനേക്കാളും മോശം. മൊത്തത്തിൽ മോശമാണ്. പക്ഷേ നല്ല രീതിയിൽ ബിൽഡപ്പ് കൊണ്ടുവരാം. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒന്നിനും റിയലിസ്റ്റിക് ആയിട്ട് എടുക്കണമായിരുന്നു. ഇതിപ്പോ റീൽ പോലെ എടുത്തു വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമ. നമ്മൾ ലൈഫിൽ നടക്കുന്ന ഒരു സിനിമയാണെങ്കിൽ അതിനെ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ നോക്കണം. ഇത് എന്താണ് ചെയ്തു വെച്ചതെന്ന് എനിക്കറിയില്ല. സംവിധായകന്റെ ഏറ്റവും വലിയ പരാജയമാണ്. നന്നായിട്ട് എടുത്തില്ല. ഒരു സ്റ്റോറി ഉണ്ട്, ഓക്കെ, സ്റ്റോറി ഇല്ല എന്ന് പറയണ്ട, സ്റ്റോറി ഉണ്ട്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി ഒരു ആവറേജ് അനുഭവം എനിക്ക് തോന്നിയുള്ളൂ. ജസ്റ്റ് കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളിവിടെ കണ്ട് കഥ പോലെ ഇരിക്കുന്നു.